സഭയും സാത്താനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ബന്ധമാണ്? സാത്താൻ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയുള്ള ചില സുപ്രധാനമായ ചിന്തകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, അതായത് 13-ാം വാക്യം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തെ ആസ്പദമാക്കിയാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ അന്വേഷണ മധ്യത്തിൽ ചിലപ്പോൾ മറ്റു ചില ഭാഗങ്ങളെ പരാമർശിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് എന്നുകൂടെ ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. വിശ്വാസികളുടെ ഇടയിൽ സാത്താനെ പറ്റി, പൈശാചിക ശക്തികളെ പറ്റി പലവിധമായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഏവർക്കും അറിയാം. പൊതുവായി നോക്കുമ്പോൾ അങ്ങനെയുള്ള ശക്തികളെ പറ്റി നിഷേധാത്മകമായ നിലപാടും സ്ഥിതി ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയ പശ്ചാത്തലത്തിലുള്ള ആളുകൾ പൈശാചികമായ ഈ മർമ്മം കിരാതനമായ സംസ്കാരത്തിൻ്റെ ഉച്ഛിഷ്ടമാണ്, അതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല എന്ന് സാക്ഷ്യം പിടിക്കുന്ന ഒരു നിലപാടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ മതത്തിൽ വിശ്വാസികൾ എന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആളുകൾ സാത്താൻ വളരെ വ്യക്തമായി സ്ഥിതി ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്, വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കൂട്ടാക്കുന്നില്ല. എന്നതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി അല്പം സ്പഷ്ടത പ്രാപിക്കുക അഭിലഷണീയമാണ് എന്ന് കരുതിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം നമുക്കറിയാം. യേശു തന്റെ ശിഷ്യന്മാരെ ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് കൊണ്ടുപോയി അവരുമായി അല്പസമയം ചിലവഴിക്കുന്ന സാഹചര്യമാണ്. അവിടെ വെച്ച് യേശു അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ജനം കരുതുന്നത്? അതിന് പലവിധമായ ഉത്തരങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾ എന്നെ ആരായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് പത്രോസാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് യേശു പറയുന്നു, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നാൽ ഏറെ താമസിയാതെ നടക്കുന്ന സംഭവ വികാസത്തെയാണ് പ്രത്യേകമായി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് ശിഷ്ടമുള്ള ചിന്തകൾ ഏവരുമായി പങ്കിടുന്നതായിരിക്കും. അന്നു മുതൽ ഞാൻ 21-ാം വാക്യം മുതൽ വായിക്കുകയാണ്. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. ഇനിയും പ്രത്യേകമായി ശ്രദ്ധിക്കുക. 22-ാം വാക്യം. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ച് തുടങ്ങി. ഇനിയും 23-ാം വാക്യമാണ് ഏറ്റവും കാതലായ ഭാഗം. യേശുവോ തിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വേണ്ടതുപോലെ ഈ സംഭവത്തെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. ഏതായാലും നമുക്ക് നമ്മുടെ അന്വേഷണം തുടരാം. ഒരു നിമിഷത്തിൽ യേശു പത്രോസിനോട് പറയുന്നത്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ സഭ എന്ന ആശയം നമുക്കറിയാം. യേശുവിൻ്റെ പരസ്യ പ്രസ്താവനകളിൽ സഭ എന്ന ആശയം വളരെ 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 വിരളമായിട്ടാണ്. സഭ എന്ന ആശയം വളരെ വിരളമായിട്ട് മാത്രമേ യേശുവിൻ്റെ പഠിപ്പീരുകളിൽ നാം കാണുന്നുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിൽ ഒരു ഭാഗമാണ്, വിരളമായ പ്രസ്താവനകളിൽ ഒന്നാണ് നാം ഇവിടെ കാണുന്നത്. പത്രോസ് എന്ന പാറമേൽ യേശു തൻ്റെ സഭയെ പണിയും. എന്നാൽ ആ സഭയുടെ ആശയം പത്രോസിൻ്റെ മനസ്സിൽ വന്ന നിമിഷം തന്നെ അവൻ്റെ ഉള്ളിൽ സാത്താൻ കടന്നു കയറി എന്നതാണ്
സുവിശേഷം, അതായത് ദൈവവചനമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന മാറ്റമില്ലാത്ത സത്യങ്ങളുടെ ഉറവിടമെന്ന് ക്രിസ്ത്യാനികൾ വിലമതിക്കുന്ന സുവിശേഷം നമുക്ക് നൽകുന്ന താക്കീത് എന്താണ്? സഭ എന്ന ആശയം ഉടലെടുത്ത നിമിഷം തന്നെ അതിൽ സാത്താൻ പ്രവേശിക്കുകയും അതിനെ കൈയടക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ പത്രോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യേശു പറയുന്നത്, സാത്താനെ നീ എന്നെ വിട്ട് പോകൂ. സഭയുടെ അടിത്തറ നീ ആയിരിക്കും എന്ന് പറഞ്ഞ അതേ ക്രിസ്തു ആ പ്രസ്താവനയുടെ ചൂടാറുന്നതിന് മുൻപ് മുഖത്തടിക്കുന്നത് പോലെ പത്രോസിനോട് പറയുകയാണ്, സാത്താനെ നീ എന്നെ വിട്ടു പോകൂ. നീ ദൈവത്തിൻ്റെ ഹിതമല്ല, മനുഷ്യരുടെ താല്പര്യമല്ലേ അനുസരിച്ചല്ലേ ചിന്തിക്കുന്നത്. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്ഥിരതയോ കെൽപ്പോ ആത്മീയമായ പക്വതയോ നിനക്ക് ഇന്നുവരെയും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇത് യേശു പത്രോസ് എന്ന വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ല പറയുന്നു. പിന്നെയോ താൻ യേശു വിഭാവന ചെയ്യുന്ന സഭയുടെ അടിത്തറയാകാൻ പോകുന്നു എന്ന ആ ഒരു സാധ്യത പത്രോസിൻ്റെ മനസ്സിൽ പതിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ ഒരു മർമ്മമുണ്ട്. ആ മർമ്മമാണ് സാത്താനായി യേശു ഇവിടെ തിരിച്ചറിയുന്നതും ചിത്രീകരിക്കുന്നതും. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. പത്രോസ് എന്ന വ്യക്തിയല്ല സാത്താൻ. പിന്നെയോ പത്രോസിൻ്റെ ഉള്ളിൽ ഇടം പിടിച്ചിരിക്കുന്ന, പത്രോസിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പൊട്ടിമുളച്ച, പത്രോസിൻ്റെ മുമ്പിൽ സടകുടഞ്ഞ് എഴുന്നേറ്റ ഒരു പ്രവർത്തന മർമ്മം, അതാണ് സാത്താൻ എന്ന യേശു ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആ പ്രവർത്തന രീതി, ആ കാഴ്ചപ്പാട്, ആ ഊർജം, ആ താല്പര്യം, ആ തത്വം എന്ത് എന്ന് അറിയുവാൻ നമുക്ക് ആവശ്യമുണ്ട് എന്നല്ല, അത്യാവശ്യമുണ്ട്. എന്താണ് ആ മർമ്മം? പത്രോസിനെ ഒരു നിമിഷം കൊണ്ട് പൂർണ്ണമായും കീഴടക്കിയ ആ മർമ്മം എന്താണ്? അത് നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. വളരെയധികം അപകടം ചെയ്യുന്നതും എല്ലാ നന്മകളെയും തിന്മകളാക്കി അധപ്പതിപ്പിക്കുന്നതുമായൊരു മർമ്മമുണ്ട്. ആ മർമ്മം ഇതാ പത്രോസിനെ കീഴടക്കിയിരിക്കുന്നു. ആ മർമ്മത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പരാമർശിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, സാത്താനെ നീ എന്നെ വിട്ടുപോകൂ. അത് പത്രോസ് എന്ന വ്യക്തിയെപ്പറ്റി അല്ല പറയുന്നത് എന്ന് പ്രത്യേകമായി മനസ്സിലാക്കുക. ഈ മർമ്മം സാർവലൗകികമായി ലോകത്തെമ്പാടുമുള്ള എല്ലാ സഭകളുടെയും ഉള്ളിൽ നിരന്തരം അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഒരു കാലത്തും മനുഷ്യർ മറന്നു പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ്, യാതൊരു സംശയവുമില്ല, ഈ ഒരു സംഭവം ഇത്ര കൃത്യമായി വിശദീകരിച്ച് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ട ഒരത്യാവശ്യം ഇപ്പോഴുണ്ട്. എന്താണ് ആ മർമ്മം? അത് യേശു ഇവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അവനോ തിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ നീ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. ദൈവഹിതത്തിന് ഇടർച്ച വരുത്തുന്ന മർമ്മമാണ് സാത്താൻ, അല്ലെങ്കിൽ സാത്താന്യ മർമ്മം. അത് കുറച്ചുകൂടി വിശദീകരിച്ച് യേശു പറയുകയാണ്, കുറെ കൂടെ വെളിപ്പെടുത്തി അതിൻ്റെ പൊരുള് വെളിപ്പെടുത്തി യേശു പറയുകയാണ്, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. അപ്പോൾ മതത്തിൻ്റെ മേഖലയിൽ രണ്ട് തുലവും വ്യത്യസ്തമായ വിപരീതമായ സാധ്യതകൾ അല്ലെങ്കിൽ സമീപനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കരുതലനുസരിച്ച് അവസ്ഥകളെയും സാധ്യതകളെയും മനുഷ്യരുടെ സ്ഥിതിവിശേഷങ്ങളെയും മനസ്സിലാക്കി ഈ ലോകത്തിലെ ഓരോരോ സാഹചര്യത്തിലും ദൈവഹിതം നിർവഹിക്കപ്പെടണം എന്ന ഒരേ ഒരു താല്പര്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തികൾ പ്രതികരിക്കുമ്പോൾ അത് ആത്മീയതയുടെ പ്രതികരണമായി തീരുന്നു. അവിടെ ദൈവനാമം മഹത്വീകരിക്കപ്പെടുന്നു.
അവിടെ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള വെളിച്ചം പ്രകടമായിത്തീരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് 16-ാം വാക്യത്തിൽ യേശു പറയുന്നത് പോലെ, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ലോകം ദൈവത്തെ മഹത്വീകരിക്കേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമുക്കറിയാം, ഈ വെളിച്ചം ഒരു വ്യക്തിയുടെയും ഉള്ളിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന വെളിച്ചമല്ല. മനുഷ്യരുടെ ഉള്ളിലുള്ള വെളിച്ചം ചന്ദ്രൻ്റെ വെളിച്ചം പോലെയാണ്. ചന്ദ്രൻ ശോഭിക്കുന്നത് അതിനപ്പുറത്ത് സൂര്യനുള്ളത് കൊണ്ടാണ്. സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി അത് നമുക്ക് കാണാൻ ഇടയാകുമ്പോഴാണ് ചന്ദ്രൻ ശോഭിക്കുന്നു എന്ന ഒരു പ്രതീതി നമ്മളിലുണ്ടാകും. ചന്ദ്രൻ അതിൻ്റേതായ വെളിച്ചം പരത്തുന്നില്ല. ചന്ദ്രൻ സൂര്യൻ്റെ വെളിച്ചം നമുക്ക് രാത്രിയിൽ പ്രയോജനമായി തീരത്തക്കവണ്ണം വളരെ ദുർബലമായിട്ടാണെങ്കിലും പ്രദാനം ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ സത്യവും നമുക്കറിയാം. ശാസ്ത്രീയമായ വശം അതാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ ഉള്ളിലുമുള്ള വെളിച്ചം, ദൈവം വെളിച്ചമാകുന്നു, യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സാധ്യതയാണ് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ വെളിച്ചമുണ്ട് എന്നുള്ളത്. ആ വെളിച്ചം പ്രകടിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ് എന്ന് യേശു വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവനാമം മഹത്വീകരിക്കപ്പെടേണ്ടതിനു വേണ്ടി മനുഷ്യർ എപ്രകാരം ഏതെല്ലാം സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നുവോ ആ സമയത്ത് അവരുടെ ഉള്ളിലുള്ള പ്രകാശം അവരുടെ സാഹചര്യങ്ങളെ ദീപ്തമാക്കുകയും മനുഷ്യരുടെ ഉള്ളിൽ ദൈവബോധം വർദ്ധിക്കുകയും തൽഫലമായി മനുഷ്യത്വം തന്നെ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യും എന്ന അതിമനോഹരമായ മാഹാത്മ്യമേറിയ ഒരു ദർശനമാണ് യേശുവിൽ കൂടെ നമുക്ക് പ്രാപിക്കുവാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന മറ്റൊരു സമീപനമുണ്ട്, മറ്റൊരു മർമ്മമുണ്ട്. അതെന്താണ്? ദൈവത്തെ കൈക്കലാക്കുക, ദൈവത്തെ സ്വന്തം ഇംഗിതത്തിന് കീഴ്പ്പെടുത്തുക. മാനുഷികമായ ചിന്തകൾ, യുക്തി, താല്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, ലാഭേച്ഛകൾ അനുസരിച്ച് അവയെ പരിഗണിച്ച് ദൈവത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുക, ദൈവത്തെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്തുക. അതാണ് താൻ ചെയ്യുന്നത് എന്ന് പത്രോസിന് അറിയാൻ കഴിയാത്ത വിധത്തിൽ അവൻ്റെ ഉള്ളിലിതാ ഒരു പൈശാചികമായ മർമ്മം ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് സഭ എന്ന ആശയത്തിൻ്റെ കൂടപ്പിറവിയാണ് എന്നത് തന്നെയാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. അല്ലാതെ മറ്റൊരു അർത്ഥവും ഇവിടെ കാണുവാൻ ഞാൻ അനേക നാളുകൾ അന്വേഷിച്ചിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അല്ല എന്ന് സമർത്ഥിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായി അത് നിർവഹിക്കുക. അങ്ങനെയുള്ളവരിൽ നിന്ന് ശ്രവിച്ച് എൻ്റെ ധാരണകൾ തെറ്റാണ് എങ്കിൽ തിരുത്തുവാൻ എനിക്ക് അതീവമായ ആഗ്രഹമുണ്ട്. അത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിശദീകരണമുണ്ട് എങ്കിൽ അത് ശ്രദ്ധയോടും ബഹുമാനത്തോടും സ്വീകരിപ്പാൻ അതിലർത്ഥമുണ്ട് എങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പൈശാചികമായ മർമ്മം എന്താണ്? ദൈവഹിതത്തെ നിഷ്ഫലമാക്കുവാൻ സൂത്രത്തിൽ എപ്പോഴും കൗശലത്തിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു മർമ്മമുണ്ട്. ആ മർമ്മം പ്രവർത്തിക്കുമ്പോൾ അത് മുഖ്യമായും ഉപയോഗിക്കുന്നത് ദൈവികമായ ജ്ഞാനമാണ് എന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചപ്പാടുകളും ഉപദേശങ്ങളും അറിവുകളുമാണ്. ഇവിടെ 12 ശിഷ്യന്മാരിൽ പത്രോസാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആത്മീയമായ പ്രത്യേകത ഏറ്റവും കൃത്യമായി തിരിച്ചറിയുന്നതും അത് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നതും. നീ ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണ് എന്ന് പറയുന്നത്. യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് സാക്ഷീകരിക്കുന്നത് പത്രോസാണ്. അത് തീർച്ചയായും ഏറ്റവും കാതലായ ഒരാത്മീയമായ തിരിച്ചറിവും സാക്ഷ്യവുമാണ്, യാതൊരു സംശയമില്ല. ഇത് പത്രോസിൻ്റെ സാക്ഷ്യമാണ്. എന്നാൽ ആ സാക്ഷ്യത്തിൽ കൂടെയാണ് സാത്താൻ അവൻ്റെ ഉള്ളിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്നത് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
ഇത് നാം എപ്പോഴും തിരിച്ചറിയേണ്ടതും ഒരിക്കലും മറന്നുകൂടാത്തതുമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇടയിൽ സാക്ഷ്യം 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 പറയുന്നു, സാക്ഷ്യത്തെ പരസ്യമായി ഉപയോഗിക്കുന്നു, സാക്ഷ്യം ഒരു വലിയ കച്ചവടമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് പണ്ട് തൊട്ടേ തുടങ്ങിയ ആത്മീയമായ സോക്കേടാണെന്ന് മനസ്സിലാക്കുക. ഇവിടെയൊക്കെ ആളുകൾ സാക്ഷ്യത്തെ പരസ്യമായി ഉപയോഗിക്കുന്നു. അവിടെയെല്ലാം പൈശാചികമായ മർമ്മങ്ങൾ തികച്ചും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് ദൈവഹിതം എന്ന പ്രഹസനത്തിൽ അവതരിപ്പിക്കുന്ന പരിപാടികൾ, ദൈവത്തെ കച്ചവടച്ചരക്കാക്കി ഉപയോഗിക്കുന്ന അധാർമികവും ഏറ്റവും അപലപനീയമായ ചില വ്യവസായ സംരംഭങ്ങളാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഈ കാലത്ത് പ്രത്യേകം ആവശ്യമുണ്ട്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോധതലങ്ങളിൽ പൈശാചികമായ യാതൊരു താല്പര്യവുമില്ല. അവൻ പ്രവർത്തിക്കുന്നത് ദൈവികമായ മർമ്മത്തെ അനുസരിച്ചല്ല, ഭൗതികമായ മാനുഷികമായ ചിന്തകളും താല്പര്യങ്ങളും അനുസരിച്ചാണ് എന്നത് പോലും അവന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവൻ പറയുന്നത് എന്താണ് എന്നത് മനസ്സിലാക്കാതെ അവൻ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ നിന്ന് പറയുന്ന, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നത് എന്ന് അറിയായക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. എൻ്റെ അർത്ഥം, മതമേഖലയിൽ പ്രസ്താവിക്കപ്പെടുന്ന പല കാര്യങ്ങളും, ആവിഷ്കരിക്കപ്പെടുന്ന പല പ്രസ്ഥാനങ്ങളും, എടുക്കപ്പെടുന്ന പല നിലപാടുകളും തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെ ആളുകൾ ആവിഷ്കരിക്കുന്ന മാനുഷികമായ പരിപാടികളാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ പല സഭകളിലും വലിയ പെരുന്നാളുകളുണ്ട്, വെടിക്കെട്ടുണ്ട്, അങ്ങനെയുള്ള റാസയുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ കുട്ടകത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ തോളിലേറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ വീഡിയോയിൽ കൂടെ നിങ്ങളും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. ഇത് അവർ ചെയ്യുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി അവർക്ക് എന്തെങ്കിലും ബോധ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? പണം ഉണ്ടാക്കാൻ ഏത് മാർഗവും ഉപയോഗിക്കാം. കാരണം വാസ്തവത്തിൽ നാം വിശ്വസിക്കുന്നത് സഭ നടത്തണമെങ്കിൽ പണം വേണം, ദൈവമില്ലെങ്കിലും പണം വേണം എന്ന ഒരു കാഴ്ചപ്പാടല്ല, അതൊന്നുമില്ല. അത് പൈശാചികമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ധൈര്യമില്ല. മാമോനെ ആശ്രയിക്കാതെ ഒരു സഭ നടത്താമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് ഭ്രാന്താണെന്ന് മാത്രമേ ആളുകൾ കരുതുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, സഭയുടെ അടിസ്ഥാനം പത്രോസാണെന്നോ, അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാനം യേശു ആണെന്നോ, അല്ലെങ്കിൽ സഭ യേശുവിൻ്റെ മണവാട്ടിയാണെന്നോ, അല്ലെങ്കിൽ സഭ യേശുവിൻ്റെ ശരീരമാണെന്നോ ഒക്കെ നാം പറയുമ്പോൾ തന്നെ നാം എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, സഭ എന്ന ആശയം ഉടലെടുക്കുന്ന നിമിഷം തന്നെ അതിൽ പൈശാചികമായ മർമ്മം പ്രവർത്തിച്ചു തുടങ്ങും. ആ പൈശാചികമായ മർമ്മം എന്താണ്? ഏത് ആത്മീയമായ ദർശനത്തോടുകൂടെയാണ് സഭ എന്ന് പറയുന്ന ഈ സാധ്യത ആവിഷ്കരിക്കപ്പെട്ടുവോ, ആ മർമ്മത്തിന് ഘടകവിരുദ്ധമായി മാത്രം അത് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ അതിനെ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്കും ഭൗതികമായ താല്പര്യങ്ങൾക്കും അടിമയാക്കി ഉപയോഗിക്കുക അല്ലെങ്കിൽ ദുരുപയോഗിക്കുക എന്ന ലക്ഷ്യം ഉണർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ സഭയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാകയില്ല, അത് സാത്താന്യ ശക്തിയായിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടുപോയ ഒരു സഭയുടെ ചിത്രീകരണം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അത് ലൗദോക്കിയയിലെ സഭയാണ്. എന്തുകൊണ്ടാണ് ആ സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കത്തക്കവണ്ണം യേശുവിനെ സഭയുടെ ഗേറ്റിന് വെളിയിൽ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സഭയുടെ ഉള്ളിൽ കാർമ്മികത്വം നടത്തുന്നത്, ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഈ പൈശാചികമായ സാത്താന്യ ശക്തിയാണ്, അല്ലെങ്കിൽ മർമ്മമാണ്. എന്നാൽ അത് കാലാകാലങ്ങളിലായി ദൈവനാമത്തിൽ അത് നടത്തപ്പെടുന്നു, യേശുവിൻ്റെ പേരുച്ചരിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിൽ എന്ന് പറയുന്ന ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്നു എന്നതുകൊണ്ട് സഭയ്ക്കുള്ളിൽ നടക്കുന്നതെല്ലാം ദൈവികമാണ് എന്ന ഒരു വലിയ തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു മാറ്റം വരാതിരിക്കാൻ യാതൊരു മാറ്റം വന്നേ മതിയാകുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായ ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. നാം എന്തിനോടാണ് സഹകരിക്കുന്നത്? നാം യഥാർത്ഥത്തിൽ ദൈവത്തോടാണോ സഹകരിക്കുന്നത്, അല്ല നാം സാത്താനോടാണോ സഹകരിക്കുന്നത് എന്നതിനെപ്പറ്റി എങ്കിലും ഒരു വ്യക്തത ഇല്ലാത്ത വിശ്വാസിയുടെ അവസ്ഥ, അയ്യോ കഷ്ടം എന്നല്ലാതെ ഞാൻ എന്താണ് പറയുന്നത്.
ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തെ ആസ്പദമാക്കി യേശു യഹൂദന്മാരുടെ പള്ളിയിൽ ആരാധനയ്ക്ക് പോയപ്പോൾ അവിടെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവനും മുറ തെറ്റാതെ ആരാധിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ആരാധനയിൽ യാതൊരു വിമിഷ്ടവും കൂടാതെ പങ്കെടുക്കുന്ന ഒരു അശുദ്ധാത്മാവിൻ്റെ മർമ്മമുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. ഞാൻ അതിൻ്റെ ഉള്ളടക്കം ആവർത്തിക്കുന്നില്ല. ഇതെല്ലാം നാം കൂട്ടി വായിക്കുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ളൊരു മറ്റൊരു ഭാഗമാണ് യേശുവിനെ സാത്താൻ പരീക്ഷിക്കുമ്പോൾ. രണ്ടാമത്തെ പരീക്ഷണത്തിന് യേശുവിനെ കൊണ്ടുപോകുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ ഏറ്റവും മുകളിലേക്കാണ്. യെരുശലേം ദേവാലയത്തിൽ യഥേഷ്ടം കടന്നു പോകുവാനും തൻ്റെ ക്രിയകൾ, നാടകങ്ങൾ ആവിഷ്കരിക്കുവാനുമുള്ള അധികാരവും സ്വാതന്ത്ര്യവും സാത്താൻ എന്ന് പറയുന്ന ഈ ഒരു മർമ്മത്തിനുണ്ടായിരുന്നു. ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഈ സാത്താൻ എന്ന് പറയുന്ന മർമ്മം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് യെരുശലേം ദേവാലയം ഒരു ചന്തയായി തീർന്നത്. അത് കൊണ്ടാണ് ദേവാലയം ശുദ്ധീകരിക്കേണ്ട അത്യാവശ്യമുണ്ട് എന്ന് യേശുവിനെ ബോധ്യപ്പെടുകയും യേശു അതിന് ഒരുമ്പെടുകയും ചെയ്തു എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള പലവിധമായ താക്കീതുകൾ പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ ഉണ്ടെങ്കിലും അവ മുഴുവനും അവഗണിച്ച് സഭയുടെ ആഭിമുഖ്യത്തിൽ എന്തു പറഞ്ഞാലും, ഏത് അധർമ്മം പ്രവർത്തിക്കാൻ പ്രേരണ ലഭിച്ചാലും, ഏത് പൈശാചികമായ വികാരങ്ങൾ ഉൾക്കൊള്ളുവാൻ നാം പ്രേരിതരായി തീർന്നാലും അത് മുഴുവനും വിശുദ്ധമാണത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, ദൈവിക ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിതം ഒരു അപകടത്തിലേക്ക് വഴുതിപ്പോയി കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളെ കൂടുതലായി മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുകയും അത് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന താക്കീതുകൾ അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നിലപാടുകൾ ക്രമീകരിക്കാൻ വിശ്വാസികൾ പ്രത്യേകിച്ച് ധൈര്യം കാണിക്കണം എന്ന് അപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സഭ അതിൽ തന്നെ പരിശുദ്ധമാണ് എന്നും, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളായി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സഭയിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, സഭയുടെ അംഗമായി തീർന്നാൽ നിനക്ക് രക്ഷയുണ്ട്. ഭാഗ്യവശാൽ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് കുറെ കൂടെ ആത്മീയമായ ബോധമുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സഭയിൽ കൂടെ രക്ഷയുണ്ട് എന്ന് പറയുന്ന പഠിപ്പീര് തെറ്റാണ്. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ പല കത്തോലിക്കരുടെയും രക്തം തിളച്ചു. അദ്ദേഹത്തെ ഉടനെ കസേരയിൽ നിന്ന് പിടിച്ചിറക്കണം എന്ന് പറഞ്ഞ് വലിയ അട്ടഹാസമൊക്കെ ഉണ്ടായി. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത്, സഭയിൽ സാത്താന്യ മർമ്മം പ്രവർത്തിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. അതിൻ്റെ ഒരു തെളിവ് കൂടെ പറഞ്ഞിട്ട് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ എന്ന വാക്കുകൊണ്ട് അവിടെ യേശു ഉദ്ദേശിക്കുന്ന സാത്താനെയാണ് എന്നത് ആ ഭാഗം വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. അപ്പോൾ ഒരു സഭയുടെ അവസ്ഥയിൽ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. സഭയിൽ ഐക്യമുണ്ടോ ഇല്ലയോ? യേശുവിൻ്റെ ശരീരമായ സഭ എങ്ങനെയാണ് ഒരു 50,000 കഷ്ണങ്ങളായി മാറിയത്? അത് സാത്താന്യ മർമ്മം പ്രവർത്തിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ വല്ല അതിശയോക്തിയുണ്ടോ? സഭകൾ ഇങ്ങനെ കഷണമായി ചിതറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഓരോ സഭയുടെയും ഉള്ളിൽ, ഓരോ കൂട്ടായ്മയുടെയും ഉള്ളിൽ ഛിദ്രമാണ്, എന്താണ് പറയുന്നത്, അനൈക്യമാണ്, പരസ്പരമായ സ്പർദ്ധയാണ്. സഭ രാഷ്ട്രീയമില്ലാത്ത, ചർച്ച് പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരു കോൺഗ്രിഗേഷനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പരസ്പരം ഒരിക്കലും മിണ്ടുകയോ സഹകരിക്കുകയോ ചെയ്യാതെ ഒരുത്തൻ മറ്റൊരുത്തനെ ഏറ്റവും ശക്തമായി വെറുത്ത് അങ്ങനെ ഇരിക്കുന്ന രണ്ട് വ്യക്തികളാണ് വിശുദ്ധ സംസർഗം വരുമ്പോൾ തോളോട് ചേർന്ന് അൾത്താരയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്നത്. അവർ അപ്പവും വീഞ്ഞും വിഴുങ്ങിയിട്ട് അടുത്ത നിമിഷം അവരുടെ കലാപരിപാടികൾ ആരംഭിക്കുമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പൈശാചികമായ മർമ്മം നമ്മുടെ മധ്യത്തിൽ വളരെയധികം ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ഇതിനെപ്പറ്റി വളരെ ശ്രദ്ധയോടെ, വളരെ വിജിലൻ്റായി ഉണർന്നിരുന്ന് നാം ഈ മർമ്മം നമ്മളെ കീഴ്പ്പെടുത്താതെ സൂക്ഷിക്കണം എന്ന താക്കീതാണ് ഈ സംഭവത്തിൽ കൂടെ സഭ അല്ലെങ്കിൽ വിശ്വാസികൾ പ്രാപിക്കേണ്ടത്.
അതുകൊണ്ട് സഭയും സാത്താനുമായി ബന്ധമുണ്ടോ? ഉണ്ടേ ഉണ്ട്. സാത്താന് സ്വതന്ത്ര വിഹാരം ചെയ്യുവാൻ അനുവാദമില്ലാത്ത ഒരു സഭയുമില്ല. സാത്താന്യ ശക്തികൾ കീഴടക്കാത്ത ഒരു സഭാ നേതൃത്വവുമില്ല. അതിൻ്റെ ഗുണഫലങ്ങൾ ഈ കാലങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള തമ്മിലടിയാണെങ്കിലും, സഹോദരി സഭകളെ ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും തമ്മിലുള്ള തെരുവ് യുദ്ധമാണെങ്കിലും, മറ്റെല്ലാ സഭകളിലുമുള്ള പരസ്പരമായ സ്പർദ്ധയും ധാർമ്മികമായ തകർച്ചയും അന്ധകാരത്തിൻ്റെ താണ്ഡവങ്ങളും ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കാനുള്ള അവകാശം മാത്രമേ ക്രിസ്ത്യാനിക്കുള്ളൂ. കാരണം ചെറുപ്പം മുതൽ അവനെ പഠിപ്പിച്ചിരിക്കുന്ന സഭ വിശുദ്ധമാണ്, അതിനകത്ത് ഉള്ളതെല്ലാം വിശുദ്ധമാണ്, അതുകൊണ്ട് അത് അപ്പാടെ സ്വീകരിക്കണം എന്നാൽ വചനം അതല്ല, സുവിശേഷം അതല്ല നമ്മോട് പറയുന്നത്. നിങ്ങൾ സഭയോട് ബന്ധം പുലർത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടത് അതിനകത്ത് ശക്തമായി പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ നിങ്ങൾ തിരിച്ചറിയണം. സാത്താൻ ഏറ്റവും താല്പര്യത്തോടും പ്രാബല്യത്തോടും ഇഫക്റ്റീവ്നെസ്സോടുകൂടും പ്രവർത്തിക്കുന്നൊരിടമാണ് സഭ. പക്ഷേ അങ്ങനെ സാത്താൻ പ്രവർത്തിക്കുമ്പോൾ അവൻ ദൈവീകത്വത്തിൻ്റെ പരിവേഷം അണിഞ്ഞുകൊണ്ടായിരിക്കും, യൂണിഫോം ഇട്ടുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ദൈവികമായ ശബ്ദങ്ങൾ അവൻ പുറപ്പെടുവിക്കും. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായി വരുന്ന കള്ളൻ നിങ്ങളുടെ സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ ആരാണ്, ആ മർമ്മം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിൽ നിങ്ങൾ പരാജയപ്പെടരുത് എന്നൊരു അഭ്യർത്ഥന കൂടെ ഇവിടെയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം കടന്നുപോയതുകൊണ്ട് മാത്രം എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഈ ഒരു വിഷയത്തെ നിങ്ങളുടേതായ അന്വേഷണത്തിന് വിധേയമാക്കണം എന്നുകൂടെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും സർവശക്തനായ ദൈവം സൽബുദ്ധി നൽകുമാറാകട്ടെ. ആമേൻ.